മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ രാഷ്ട്രീയ പ്രവചനങ്ങളുടെ ആരൊക്കെ ജയിക്കും, ആർക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതിന്റെ മുഴുവൻ പ്രവചനങ്ങളാണ് ഇപ്പോൾ നമ്മളെ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ കണ്ടുവരുന്നത്. ഏതായാലും കേരളത്തിൽ തങ്ങൾക്ക് തുടർ ഭരണം കിട്ടുമെന്നാണ് ഇപ്പോഴും ഇടതുപക്ഷ മുന്നണി വിശ്വസിക്കുന്നത്. മറുഭാഗത്ത് UDF ആകട്ടെ, അവർ പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് തങ്ങൾക്ക് അധികാരം കിട്ടും, ആര് മുഖ്യമന്ത്രിയാവണം എന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകളും അപശബ്ദങ്ങളും ഒക്കെ തന്നെ പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഉള്ളിലെ പിരിമുറുക്കങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്തു തന്നെയായാലും കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതേ സമയത്ത് ഈ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും UDF-ന് അനുകൂലമായിട്ടാണോ സംഭവിച്ചത്? BJP കേരളത്തിൽ ഇത്തവണ വലിയ ഒരു സാന്നിധ്യമാണ് അവർ കാഴ്ചവെച്ചത്. കഴിഞ്ഞ നിയമസഭയിൽ അവർക്ക് പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല. 2016-ലാണ് O രാജഗോപാൽ ജയിച്ചത്. ഇത്തവണ BJP-ക്ക് 2 പേർ ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഒരു 12 പേര് വരെ എത്താം എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ 3 പേർ ഉറപ്പാണ്, 4 പേർ ഉറപ്പാണ്. BJP-യുടെ സംഖ്യ 2 അക്കം കടക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളും കൂടുതലാണ്. കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ഫലം എന്തായിരിക്കും എന്നുള്ള ഒരു വിശകലനമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. നമ്മുടെ കൂടെ നെടിൻ കൃപാകരൻ, മാധ്യമ പ്രവർത്തകനായ നെടിൻ കൃപാകരനുണ്ട്. എങ്ങനെയാണ്, എനിക്കിപ്പോഴും UDF അധികാരത്തിൽ വരുന്നതുകൊണ്ട് ഒരു വിശ്വാസം വരുന്നില്ല. അതെ, കഴിഞ്ഞ തവണ നമ്മൾ അങ്ങനെയാണല്ലോ പ്രതീക്ഷിച്ചിരുന്നത്. അതായത് UDF എന്തായാലും അധികാരത്തിൽ വരികയാണ്. പക്ഷേ LDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് ചെറിയൊരു മാർജിനൽ ഇൻക്രീസേ ഉണ്ടായിട്ടുള്ളൂ ടോട്ടൽ വോട്ടർ ടേൺ ഔട്ടില്. അപ്പൊ അത് മാത്രമല്ല, ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഈ ഭരണവിരുദ്ധ വികാരം എങ്ങനെ പോകുന്നു, അത് ഓരോ മണ്ഡലങ്ങളിലും അതിലൊരു ഷിഫ്റ്റ് ഉണ്ടാവും. ഇപ്പൊ NDA ശക്തമായ സ്ഥലങ്ങളിൽ, ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ അതായത് ഏതാണ്ട് ഒരു 8 മണ്ഡലങ്ങളിൽ ശരിക്കും NDA ആണ് ഒരു മേജർ പ്ലെയർ ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ NDAയും UDF, അല്ലെ ചിലയിടങ്ങളിൽ LDF-ഉം NDAയും. അപ്പൊ ആ സ്ഥലങ്ങളിൽ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ ആ വികാരം എങ്ങോട്ട് പോയി, അതിനൊരു മേജർ ചങ്ക് NDAയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പലയിടങ്ങളിലും ഒരു 30-35 മണ്ഡലങ്ങളിൽ ഇത്തവണ കടുത്ത ത്രികോണ പോരാട്ടമാണ്. ഇപ്പൊ BJP എത്ര സീറ്റുകളിൽ NDA വിജയിച്ചു കയറും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് എന്തായാലും MLA-മാരുണ്ടാവും. അത് എത്രയുള്ള മാത്രം ഒരു കൺഫ്യൂഷൻ ഉള്ളൂ. 2 പേരായിരിക്കുമോ, 4 പേരായിരിക്കുമോ, അത് 10 ആകാം. ചിലപ്പോൾ ഒരു വേവ് ഉണ്ടെങ്കിൽ 15 വരെയൊക്കെ പോയേക്കാം. കാരണം അത്രയും വലിയൊരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ കൊടുക്കാൻ ഒരു 30-35-40 മണ്ഡലങ്ങളിൽ NDAക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ രാഷ്ട്രീയം ഒരു ബൈപോളർ അതിൽ നിന്ന് മാറി ഒരു ത്രികോണ ഇതിലേക്ക്, ഒരു ട്രൈകോണയുടെ കോണ്ടസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് കറക്റ്റാണ്. അതിലേതായാലും നമുക്ക് വ്യക്തമായിട്ട് അത് പറയാൻ കഴിയും. ഇപ്പൊ എനിക്ക് തോന്നുന്നു, നമ്മളിപ്പോ ഈ നെല്ലിൻ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും UDF-ന് അനുകൂലമാണ്. സതീശൻ പറയുന്നത് അത് പൂർണ്ണമായും UDF-ന് അനുകൂലമാണ്. അതിനനുസരിച്ചുള്ള കാൽക്കുലേഷൻ ആണ് ഇപ്പൊ അവർ പ്രൊജക്ട് ചെയ്യുന്നത്. 85 മുതൽ 95 കിട്ടും. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം, നേമം, ഈ 2 മണ്ഡലങ്ങളിലും ഇപ്പൊ സാധാരണക്കാർ തന്നെ പറയുന്നത് ശബരിനാഥിന് ഒരു 20,000 വോട്ട് കിട്ടില്ല എന്ന് പറയുന്നു. ശരത്ചന്ദ്ര പ്രസാദും ഒരു 25,000 വോട്ടിലപ്പുറം ശരത്ചന്ദ്ര പ്രസാദ് പിടിക്കാനേ കഴിയില്ല. അങ്ങനത്തെ അവരൊരു മത്സര രംഗത്തില്ല. മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ കാര്യമായ ഇതില്ല. ഈവൻ വട്ടിയൂർക്കാവിൽ പോലും മുരളിയുടെ പ്രസൻസ് അത്രയില്ല. കാരണം മുരളി അവിടെ MLA ആയിരുന്ന ആളാണ്. നമ്മളെല്ലാരും പ്രതീക്ഷിച്ച മുരളി ഒരു വലിയ ഒരു തിരിച്ചുവരവ് നടത്തുന്നതായിരുന്നു. പക്ഷേ ശ്രീലേഖയും പ്രശാന്തും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. തിരുവനന്തപുരത്ത് UDF-ന് കുറച്ച് നഗരത്തിൽ സാധ്യതയുള്ളത് പിന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. ഒരു CP ജോണിന്റെ ഒരു കാരണം എന്താണെന്ന് തീരമേഖലയൊക്കെ ഉള്ളത് കൊണ്ടുള്ള ഒരു വിഷയം. അപ്പൊ എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തും അതിന്റെ ഒരു ഭരണവിരുദ്ധ വികാരം ഓരോ ആളുകൾക്കായിരിക്കും കിട്ടും. ഒന്നുകിൽ UDF-നായിരിക്കും, അല്ലെങ്കിൽ BJP. അതെ. മലബാറിൽ ഒരു പാറ്റേൺ ഏതാണ്ട് ഒരു ബൈപോളർ കോണ്ടസ്റ്റ് ആണ് ഭൂരിഭാഗം സ്ഥലങ്ങളിൽ. ഇപ്പൊ മഞ്ചേശ്വരം, കാസർഗോഡ്, കോഴിക്കോട് നോർത്ത് സൗത്ത് ഒക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ എല്ലായിടത്തും ആ രീതിയിൽ BJP-ക്ക് അത്ര സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ. പാലക്കാടൊക്കെ നമുക്ക് എക്സെപ്ഷൻ ആയിട്ട് മാറ്റാം. പക്ഷെ പക്ക മലബാർ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ ഇപ്പൊ നമ്മള് ലോക്സഭാ വോട്ടിംഗ് പാറ്റേണും നിയമസഭാ വോട്ടിംഗ് പാറ്റേണും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും തൃശ്ശൂരിലെ സുരേഷ് ഗോപി ജയിച്ച മണ്ഡലമാണ് 7 മണ്ഡലത്തിൽ 7 നിയമസഭ 6-ലും BJP ലീഡ് ചെയ്തത്. ലീഡ് ചെയ്യാത്ത ഗുരുവായൂർ പോലും അയാൾ വലിയ പ്രകമ്പനം ഉണ്ടാക്കി കഴിഞ്ഞു, ഗോപാലകൃഷ്ണൻ. അല്ലെ, അങ്ങനെ നോക്കുമ്പോൾ ഒരു സാന്നിധ്യം. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ എപ്പോഴും UDF-ന് കിട്ടണമെന്നില്ല. അങ്ങനെ അത് മാത്രമല്ല, LDF-ൽ നിന്ന് ഒരു നല്ലൊരു വിഭാഗം ആളുകൾ ഇത്തവണ BJP പിന്തുണയ്ക്കും. അതിനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ, പല മണ്ഡലങ്ങളിലും ഉണ്ട്. ഇപ്പൊ തൃശ്ശൂർ മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ CPI-യുടെ കാൻഡിഡേറ്റ് ആയ ആലങ്കോട് ലീലാകൃഷ്ണൻ ഒരു വീക്ക് കാൻഡിഡേറ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വെറുതെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാം UDF-ലേക്ക് പോകണം എന്നില്ല. BJP വിരുദ്ധ വോട്ടുകൾ ഓട്ടോമാറ്റിക്കലി UDF-ലേക്ക് പോയേക്കാം. പക്ഷെ കുറെ വോട്ടുകൾ പത്മജിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഉണ്ട്. അത് ഇപ്പം വടക്കൻ കേരളം എടുത്തു നോക്കുകയാണെങ്കിൽ, വടക്കൻ കേരളത്തിലെ
ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് മുസ്ലിം മൈനോറിറ്റി ഒന്നടങ്കം UDF-ന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ചെറിയ ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ കരുതിയത് ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, വടകര, പിന്നെ അതേപോലെ തന്നെ പേരാമ്പ്ര, ഈ മേഖലകളിലൊക്കെ തന്നെ സ്വീപ്പ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. വടകര അവർ ഓൾറെഡി ജയിച്ചാണ്. പക്ഷെ ഗൾഫ് എന്നുള്ള ഒരു വോട്ടർമാരുടെ എണ്ണം അതിന്റെ വരവ് കുറച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഓരോ മണ്ഡലങ്ങളിലും ഒരു 3000-2000 മതിയല്ലോ. അത്രയും ടൈറ്റ് കോൺടെസ്റ്റ് നടക്കുന്ന 1000-ൽ താഴെ അല്ല, മേപ്പേരില്ല, ഇപ്പൊ മണ്ഡലമല്ല, മേപ്പേരില്ല, കുറ്റ്യാടി മണ്ഡലത്തിൽ 1000-ൽ താഴെ വോട്ടിനാണ് കഴിഞ്ഞ തവണ LDF ജയിച്ചത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ ഈ ഗൾഫ് എന്നുള്ള ആ വോട്ടർമാരോട് വരാതിരിക്കുന്നത്, കാരണം അവര് കൂടുതലും 90% UDF സപ്പോർട്ടേഴ്സ് ആണ്. പിന്നെ ഇതിലൊരു എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും അത് വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്വാധീനം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം അവർ ഇത്രയുള്ളെന്ന് അവരെന്നെ പറയും, കുറച്ചേ ഉള്ളൂ. അത് അവരുടെ ടാക്ടിക്സ് ആണ്. പക്ഷെ ഐഡിയോളജിക്കലി അവര് ചെറുപ്പക്കാർക്കിടയിൽ, മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ അവരുണ്ടാക്കിയൊരു ഇൻഫ്ലുവൻസ്, മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ തുടർച്ചയായിട്ട് ഓരോ വിഷയങ്ങളും എടുത്ത് LDF-നെ എങ്ങനെ തകർക്കാൻ പറ്റും, BJP എങ്ങനെ തകർക്കാൻ പറ്റും, അത് UDF-ന് വേണ്ടി ഓപ്പൺ ആയിട്ട് ബാറ്റ് ചെയ്യുന്ന അജണ്ട സെറ്റിംഗ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വിഷയവും. സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം മുസ്ലിങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ ധാരയിൽ ലയിച്ചു ചേർന്നു. അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, അന്നത്തെ അഖിലേന്ത്യാ മുസ്ലിം ലീഗാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ നിന്നാണ് അവർ കളിച്ചത്. പക്ഷേ ഇപ്പം ഇന്റർനാഷണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യയിലെ മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആ ഒരു ട്യൂണിലാണ് പോകുന്നത്. മുമ്പുണ്ടായിരുന്നു. കാരണം 1921 മലബാർ കലാപം ഉണ്ടാകുന്നതുകൊണ്ടാണ്, ഖിലാഫത്തിന്റെ പേരിലാണ്. അവിടെ അത് ഇന്ത്യക്ക് വെളിയിൽ നടന്നൊരു സംഭവത്തെ, പക്ഷെ അതിനകത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ പങ്കുണ്ട്. കാരണം അവർ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇപ്പം സമീപകാലത്ത് പൂർണ്ണമായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമി ഒരു ന്യൂനപക്ഷമാണ് പോലും, പക്ഷെ അവരുടെ സ്വാധീനം വളരെയധികം വലുതാണ്. ഇപ്പം സംഘടനാപരമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ കാന്തപുരം ഗ്രൂപ്പും EK ഗ്രൂപ്പും ഒക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ, മുജാഹിദുകളൊക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും അവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഇവരുടെ ഇതാണ്. അത് മാത്രമല്ല, അവർക്ക് ഇരവാദം പറഞ്ഞിട്ട് അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് മുസ്ലിം മതത്തിനെതിരാണ്. അതായത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളായുള്ള പാൻ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി ഉള്ള ഒരു സംഘടനയെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിം മതത്തിനെതിരാണ് എന്നുള്ള ഒരു വിവക്ഷ കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നുണ്ട്. അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഫാത്തിമ തെഹ്ലിയ എന്ന് പറയുന്ന പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി അവരുടെ കാൻഡിഡേറ്റ് ആണ്. അതിന് ഒരു സംശയമില്ല. അവർ സ്ക്വാഡ് വർക്ക് നടത്തിയിട്ടുണ്ട് വെൽഫെയർ പാർട്ടി ഫാത്തിമ തെഹ്ലിയക്ക് വേണ്ടി. അത് മാത്രമല്ല, ഒരു 3-4 കാൻഡിഡേറ്റുകൾ UDF-ന്റെ ജമാഅത്ത് ഇസ്ലാമി കാൻഡിഡേറ്റ്സ് ആണെന്നാ പറഞ്ഞത്. അപ്പം ഇതിന്റെ ഒരു റിയാക്ഷൻ സ്വാഭാവികമായിട്ടും വടക്കൻ ജില്ലകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കൗണ്ടർ പോളറൈസേഷൻ എങ്ങനെ വരും എന്നുള്ളതാണ്. കാരണം ഒന്ന്, CPM-ന് അനുകൂലമായിട്ടൊരു ഫേവറിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിരുന്നു. അതായത് പ്രത്യേകിച്ച് ഒരു 2 ആഴ്ച മുമ്പ്, തെരഞ്ഞെടുപ്പിന്റെ 2 ആഴ്ച മുമ്പൊക്കെ. പക്ഷെ MA ബേബിയുടെ ചില സ്റ്റേറ്റ്മെന്റുകൾ STPI വിഷയത്തിൽ വീണ്ടും കുറച്ച് വോട്ട് കിട്ടുമെന്ന് കണ്ടപ്പോൾ CPM വീണ്ടും ആ നിലപാട് മാറ്റി. അതായത് ഇത്തരം മതമൗലികവാദികളുമായിട്ടൊരു ഒരു എതിർപ്പ് അവരോട് പ്രകടമായിട്ടെങ്കിലും കാണിച്ചിരുന്നു. ഒരു പക്ഷേ CPM ഇങ്ങനെ ഒരു നിലപാടെടുക്കുകയായിരുന്നു കരുതിക്കോ. അതായത് മുസ്ലിം തീവ്രവാദികളും മുസ്ലിം സാമുദായിക സംഘടനകളായിട്ട് തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊരു ഉറച്ച നിലപാട്, ഇനി കിട്ടുന്ന സീറ്റ് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വെക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ ചെറിയ പിന്തുണ അവർക്ക് ഉണ്ടായിരുന്നു. BJP-യുടെ അടിത്തറ ഇളകിപ്പോയെന്ന് വടക്കൻ സാധ്യതയുണ്ടായിരുന്നു അല്ലെ? അതായിരുന്നു സിറ്റുവേഷൻ. പക്ഷെ അത് ഈ ബേബിയുടെ സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഈ STPയുടെ വോട്ട് വേണ്ടെന്ന് പറയില്ല, ആരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം, എന്നാൽ STP ഞങ്ങൾ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു പ്രതികരണങ്ങളാണ് MV ഗോവിന്ദൻ ആണെങ്കിൽ എല്ലാ നേതാക്കളും നൽകിയത്. അതോടൊപ്പം തന്നെ CPM-ന്റെ അകത്തുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് പയ്യന്നൂരിലാണെങ്കിലും തളിപ്പറമ്പിലാണെങ്കിലും CPM വിമതരാൽ UDF-ന്റെ കാൻഡിഡേറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പം അത് ഒരു സ്ഥലത്ത് പ്രകടമായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അണികളുടെ ഇടയിൽ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അതുകൊണ്ട് ഈ മുസ്ലിം പ്രീണനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തെ മറികടക്കാനുള്ള ഒരു ശ്രമം അത് പൊളിഞ്ഞു പോകും. അപ്പം എനിക്ക് തോന്നുന്നത് UDF-ന് അനുകൂലമായ ഒരു തരംഗം
പിന്നെ പൊതുവെ പറയുന്ന ഈ PM ശ്രീ വിഷയമാണ് ഇതിന്റെ ഒരു നിർണായക ഒരു ഇതായതെന്ന് പറയുന്നുണ്ട്. CPIയുടെ ഒരു നിലപാട്, CPI PM ശ്രീയിൽ സർക്കാരിനെ ശരിക്കും പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അത് കൂടാതെ അത് മുസ്ലിം വിഭാഗക്കാർക്കിടയിൽ CPM-നോടുള്ള ഒരു വിരോധം പെട്ടെന്ന് കൂടാൻ കാരണമായി. കാരണം ഇവരൊരു താല്പര്യക്കുറവ്, വിരോധമല്ല താല്പര്യക്കുറവ്, അത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. കാരണം കേന്ദ്ര സർക്കാരിന്റെ B ടീമാണ് എന്നുള്ളത് CPIയുടെ ഒരു ചെലവിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് തുടക്കം എന്നാണ് പല CPM നേതാക്കളൊക്കെ പറയുന്നത്. അവരുടെ ഒരു അണിയറ സംസാരം അതാണ്. അത് മുതലാണ് പിന്നെ ഓരോ വിഷയങ്ങളായിട്ട് ജമായത്തൊക്കെ പിന്നെ വന്നതാ. ഇതാണ് ഒരു വാട്ടർലൂ ആയിട്ട് വന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റി അകലാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒന്ന് പിണറായി വിജയൻ മോഡി മുണ്ടെടുത്ത മോഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം, അല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJPയും പിണറായി സർക്കാരും തമ്മിൽ ഒരു രഹസ്യധാരണയുണ്ട്. ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അപ്പുറത്ത് എത്രത്തോളം നഗ്നമായ പ്രീണനമാണ് നടത്തിയത് VD സതീശൻ എന്നുള്ളത് ഫാക്ടറാണ്. കാരണം ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ഒരു സംഘടന ഒരു 5 or 6 വേദികളിൽ പോയിട്ട് ന്യായീകരിച്ച് വെളുപ്പിച്ച് വെച്ചിരിക്കുക. അതായത് സിമ്പിൾ ആയിട്ട് പറയും, ഇത്രയും അങ്ങനത്തെ മതമൗലികവാദക വിട്ടു അല്ലെ. അതായത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത് ഇപ്പോഴും മതരാഷ്ട്രവാദത്തെ കുറിച്ചാണ്. അതേ ജമാഅത്ത് ഇസ്ലാമിയെ ആണ് ഇപ്പൊ സതീശൻ ഓരോ വേദികളിലും പോയിട്ട് വെളുപ്പിച്ചിരിക്കുന്നത്. സതീശൻ വലിയ വായനാശീലമുള്ള വ്യക്തിയാണെന്നൊക്കെയാണ് പറയുന്നത്. മൗദൂദിയുടെ പുസ്തകം ഒന്ന് വായിച്ചാൽ പോരെ, സിമ്പിളായിട്ട് കാര്യം മനസ്സിലാവില്ല. എന്താണ് ഹുക്കുമത്തെ ഇലാഹി, എന്താണ് മതരാഷ്ട്രവാദം, എങ്ങനെ അവിടുത്തെ, അതായത് ഒരു ഇസ്ലാമിക രാഷ്ട്രം വരികയാണ്, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ദിമ്മികളായിട്ട് എങ്ങനെ അവരെ കൊണ്ട് നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പൊ സതീശന്റെ അവസരവാദം ഇതിന്റെ ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, മറുഭാഗത്ത് ഗവൺമെന്റിന്റെ അങ്ങേയറ്റത്തെ ആളുകൾക്ക്, ഗവൺമെന്റിനേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ഒരു അത് സത്യത്തിൽ മുതലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതസംഘടനകളാണെന്നുള്ളതാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ അവർക്ക് കയറി വരാൻ പറ്റിയിരുന്നില്ല. ലീഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ലീഗിനെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പോലും അടുപ്പിച്ചിരുന്നില്ല, വലിയ സ്ഥാനങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. പിന്നെ ലീഗ് ഒരു വലിയ മേധാവിത്വമുള്ള കക്ഷിയായി മാറി, 5ാം മന്ത്രി സ്ഥാനമൊക്കെ അവർ ആവശ്യപ്പെട്ടു. പക്ഷെ എന്നാൽ പോലും ഒരു മതമൗലികവാദ സംഘടനകൾക്ക് ഒരു വലിയൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ CPM ഇങ്ങനെ പ്രതിസന്ധി വന്ന സമയത്ത് SDP കൂടെ കൂട്ടാനാണ് അവർ ശ്രമിക്കുന്നത്. അവിടെയാണ് അതാണ് CPM-ന് ഒരു തിരിച്ചടിയായത്. അവസാന നിമിഷം ഈ ഹിന്ദു വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആ ഒരു ക്രെഡിബിലിറ്റി ഇല്ല. തൽക്കാലമെങ്കിലും അത് ഒരു ഗുണാവും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവും, പ്രത്യേകിച്ച് ഈ കൾച്ചറൽ സംഭവങ്ങളിലൊക്കെ. ഇപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആ രീതിയിൽ അങ്ങനത്തെ പോസ്റ്റുകളിലൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ നോമിനികൾ വരും എന്നുള്ള റൂമർ ഇപ്പം തന്നെ വന്നു. അപ്പൊ സതീശൻ എല്ലാം കേൾക്കേണ്ടി വരും, UDF എല്ലാം കേൾക്കേണ്ടി വരും. കാരണം അവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതായത് കൾച്ചറലി തന്നെ അവരുടെ ആ ഒരു അവരുടെ ഒരു ഇൻഫ്ലുവൻസ് അത് അവരുണ്ടാക്കും. ഒരു ഇറാനെയൊക്കെ പോലെ ആക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും സ്വാഭാവികമായി. കാരണം അവർക്ക് അതേ ചെയ്യാൻ പറ്റില്ല, അവരുടെ ഐഡിയോളജി അതാണ്. നമ്മൾ കാണണല്ലേ ബംഗ്ലാദേശിൽ എന്താണ് അവർ സംഭവിച്ചത്. ബംഗ്ലാദേശിനെ ഈ ലെവലിലാക്കിയെടുത്തത് ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അപകടകരമായ ഒരു നീക്കം. BJPക്ക് അതൊരു വലിയ ഒരു പ്രോസസ് ആയിട്ട് വരികയാണെങ്കിൽ അതൊരു നല്ല ഒരു അവസരമായിട്ട് വരും. പക്ഷെ വടക്കൻ കേരളത്തിൽ BJPക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡെമോഗ്രഫി, നമ്മളിപ്പോഴും പറയുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് 2011 ജനസംഖ്യ, അതിന്റെ എത്രയോ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പം കാസർഗോഡ് മഞ്ചേശ്വരം K സുരേന്ദ്രൻ മത്സരിക്കുന്ന ന്യൂനപക്ഷമാണ്. 1,25,000-ലധികം മുസ്ലിങ്ങളും 90,000-ഓളം ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പം ഹിന്ദു വോട്ട് ഏതാണ്ട് N ബ്ലോക്കായിട്ട് K സുരേന്ദ്രന് വന്നാൽ മാത്രമേ അയാൾക്ക് അവിടെ ജയിക്കാൻ പറ്റൂ. അത് തുളു ഹിന്ദുക്കളാണ് കൂടുതൽ എന്നുള്ളത് കൊണ്ടാണ് K സുരേന്ദ്രന് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളൂ. കേരളത്തിലാണെങ്കിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ അത് നടക്കില്ലല്ലോ. ഇല്ല, പക്ഷെ CPM അവിടെ 40,000-ഓളം വോട്ട് പിടിച്ചു ഒരിക്കൽ ജയിക്കുകയും ചെയ്തൊരു 2006 നേരെ മറിച്ച് കാസർഗോഡ് സ്ഥിതിഗതികൾ കുറച്ചുകൂടി വ്യത്യാസമാണ്. ത്രികോണമാണ്. കാസർഗോഡ് ത്രികോണ മത്സരമാണ്. മാത്രമല്ല LDF-ന്റെ സ്ഥാനാർത്ഥി മുസ്ലിം വോട്ട് പിടിക്കാൻ. അപ്പം അവിടെ ഒരു മുസ്ലിം ഏകീകരണം മഞ്ചേശ്വരത്ത് നടന്നതുപോലെ കാസർഗോഡ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാകുന്ന സമയത്ത് അതിന്റെ ഗുണം ചിലപ്പോൾ ലഭിച്ചുകൂടായികയില്ല. അതേസമയത്ത് കണ്ണൂർ ജില്ലയിലൊക്കെ CPM-ന്റെ ഈ അന്തഛിദ്രങ്ങളാണ് കൂടുതലും ഇവർക്ക് ഉണ്ടാവുന്നത്. പക്ഷെ എന്നാൽ പോലും പേരാവൂരിൽ ശൈലജ ജയിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്തത്, ഞാൻ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് UDF-ന് അങ്ങനെ ജയിച്ചു വരാനുള്ള സീറ്റുകൾ എവിടുന്നാ കിട്ടുന്നത് എന്നുള്ള. അതായത് ഇപ്പൊ നമ്മൾ നോക്കണേ മധ്യ തിരുവിതാംകൂറിലെ സീറ്റുകൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു ഡിസൈഡർ ആയിട്ട് മാറുക. ഇത്തവണ ആ 2 കാര്യങ്ങൾ, ഒന്ന് 2 മൈനോറിറ്റി ശക്തമായിട്ട് ആരെ പിന്തുണയ്ക്കുന്നുണ്ട്, UDF-നെ പിന്തുണയ്ക്കുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾ എടുത്തു നോക്കൂ, എറണാകുളം, പത്തനംതിട്ട, പിന്നെ മലപ്പുറം, പിന്നെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അല്ലെങ്കിൽ മൈനോറിറ്റി ഭൂരിപക്ഷം പറയാൻ പറ്റില്ലെങ്കിൽ പോലും
മൈനോറിറ്റി ഡോമിനേഷൻ. വയനാട്ടിൽ മൈനോറിറ്റി ഭൂരിപക്ഷം, 2 മൈനോറിറ്റി കൂടുമ്പോൾ വയനാട്ടിലെ ഡോമിനേഷൻ. ഭൂരിപക്ഷം. അതേസമയത്ത് കാസർഗോഡും കണ്ണൂരും കോഴിക്കോടൊക്കെ മുസ്ലിങ്ങളുടെ സംഖ്യ 40%-ഓളം മുകളിലാണ്. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്ഥലങ്ങളിലൊക്കെയാണ് UDF-ന്. പിന്നെ മലപ്പുറം, എറണാകുളം, ഇവിടെയൊക്കെയാണ് UDF-ന് കാര്യമായ നേട്ടമുണ്ടായത്. കോട്ടയം, പത്തനംതിട്ട ഒക്കെ നിർണായകം. ജനറൽ എന്ന് പറയാവുന്ന സംവരണമല്ലാത്ത സ്ഥലമാണ് ഏത്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളല്ലാത്ത സ്ഥലമാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ. അവിടെയൊന്നും UDF-ന് അങ്ങനെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം UDF-ന്റെ നേട്ടം എന്ന് പറയുന്നത് മൈനോറിറ്റി കൺസോളിഡേഷൻ ആണെന്ന് പറയാം. പക്ഷെ ഈ മൈനോറിറ്റികൾ തമ്മിലുള്ളൊരു കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു. കേരള സമൂഹത്തിൽ അങ്ങനെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം വേർതിരിവുണ്ടായിരുന്നു. പക്ഷെ അതിനെ സമർത്ഥമായിട്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെങ്കിലും യോജിപ്പിക്കാൻ അവർക്ക് പറ്റി. ഇപ്പം കേരളത്തിൽ തന്നെ എറണാകുളത്ത് എവിടെ മുനമ്പത്ത് വഖഫിന്റെ പേരിലൊക്കെ ക്രിസ്ത്യാനികൾ രംഗത്തിറങ്ങുകയും പള്ളിയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതേ പള്ളി ഇപ്പൊ എന്ത് ചെയ്യാണ്, നേരെ അതെല്ലാം അവർ മറന്ന് അവർക്കിപ്പം ഭരണം കിട്ടണം. കാരണം അവർക്ക് ഭരണത്തിന് UDF-ന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം സഭയൊക്കെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടി. അതെന്തായാലും അങ്ങനെ ആയിരിക്കല്ലോ. കാരണം ഇത്രയും. പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു ക്ലിയർ മെജോറിറ്റി കിട്ടണമെങ്കിൽ ബാക്കി എല്ലാ ജില്ലകളിലും അവര് ഇപ്പം തിരുവനന്തപുരത്ത് ഇപ്പം UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നെയ്യാറ്റിങ്കര വേണമെങ്കിൽ അവർക്ക് ജയിക്കാം. പക്ഷെ കാട്ടാക്കടയിലും സീറ്റാണ്, പക്ഷെ ചെറിയ സാധ്യത കാണുന്നത്. പക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ വാമനപുരം, നെടുമങ്ങാടൊക്കെ പാടാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഷുവർ സീറ്റായിട്ട് കണക്കാക്കപ്പെടുന്ന ഭൂരിപക്ഷം കുറെയെങ്കിലും ജയിച്ചു കയറും. അപ്പൊ അവർക്ക് ആ LDF-ന് 14-ൽ 13 എന്നുള്ളത് ഒരു പക്ഷേ നിലനിർത്താൻ പറ്റിയെന്ന് വരില്ല. BJP-യും ചില സീറ്റുകളൊക്കെ നേടും. അപ്പം അതേപോലെ തന്നെയാണ് കൊല്ലം ജില്ലകളിലൊക്കെ പൂർണ്ണമായിട്ട് മറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഈ പറയുന്ന സീറ്റുകൾ എവിടെ നിന്നൊക്കെ കിട്ടും? മൈനോറിറ്റി ജില്ലകളിൽ നിന്ന്. ഇപ്പം എറണാകുളം അല്ലെങ്കിൽ അങ്ങനത്തെ ജില്ലകളിൽ മലപ്പുറം, കോഴിക്കോടൊക്കെ അവർ പിടിച്ചു വന്ന് തന്നെ വരും. അല്ല, കോഴിക്കോടും പറ്റില്ല. കോഴിക്കോട് 2 സീറ്റാണ്, 13 സീറ്റ് 2 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ തന്നെ അതിൽ തന്നെ വടകര അവരെ കയ്യിൽ നിന്ന് പോകും എന്നാണ് പറയുന്നത്. രമയുടെ സീറ്റ് തോക്കാൻ സാധ്യതകളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളും ഉണ്ട്. ലോക്കൽ ആന്റി ഇൻകംബൻസി എന്ന് പറഞ്ഞ സംഭവം കൂടി ഉണ്ടല്ലോ. കുറെ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ ഊതി വീർപ്പിക്കുന്നതാണോ എന്നൊരു സംശയം. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ല, ഇതിലിപ്പോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു അണ്ടർ കറന്റ് ഉണ്ട്, അക്കാര്യത്തിൽ സംശയമില്ല. പിന്നെ ജനങ്ങൾ ഭരണവിരുദ്ധ വികാരമുണ്ട്. പിന്നെ ബൈപോളർ എന്നുള്ള സിറ്റുവേഷൻ നിന്ന് ഒരു ട്രൈപോളർ ആയിട്ട് മാറിയിട്ടുണ്ട് ഒരു 35-40 മണ്ഡലങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഈ UDF കണക്കൂട്ടുന്ന ഭരണവിരുദ്ധ വികാരങ്ങൾ ഒറ്റയടിക്ക് ഇങ്ങോട്ട് പോരുമെന്നാണ്. അത് ഡൗട്ടാണ് പലയിടങ്ങളിലും. അപ്പൊ ഇതെല്ലാം വരുമ്പോ എങ്ങനെ വരും എന്നുള്ളത് ഫൈനൽ പിക്ചർ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം വന്നേക്കാം. അല്ലെങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തിന് UDF ചിലപ്പോൾ അധികാരത്തിലേക്ക് തിരിച്ചു വന്നേക്കാം. അപ്പൊ എനിക്ക് അതാണ് തോന്നുന്നത്, കേരളത്തിൽ അങ്ങനെ ഒരു VD സതീശനൊക്കെ പറഞ്ഞ 100 സീറ്റ്, ആ 100 സീറ്റ് ഒന്നും കിട്ടുന്ന ഒരു വിഷയമില്ല. 111 സീറ്റ് വരെ മുമ്പ് കിട്ടിയത് 1977. പിന്നെ അതിലേക്ക് ആരും പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഇപ്പൊ 100 എന്നുള്ളത് മാറി 90 ഇപ്പൊ ഞങ്ങൾക്ക് 85 സീറ്റ് കിട്ടുന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്ത് തന്നെ ആയാലും ആര് ഭരിക്കും, അതായത് കേരളത്തിൽ ഒരു അസംബ്ലി ആയിരിക്കുമോ അല്ല ഇടതുപക്ഷം ഭരിക്കുമോ വലതുപക്ഷം ഭരിക്കുമോ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത രീതിയിൽ. കാരണം ഒരു ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ഒരു 20% വോട്ടർമാരുണ്ട്, അങ്ങോട്ട് ചായുന്ന ഇങ്ങോട്ട് ചായുന്ന. ആ ആളുകൾ കുറെയൊക്കെ ചായുന്നത് ന്യൂനപക്ഷമാണ്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ചായുന്നത് കുറെയൊക്കെ ന്യൂനപക്ഷമാണ്. കാരണം ഇപ്പം BJP പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പിന്നെ BJP വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് നേരെ LDF-ന്റെ കൂടെ നിൽക്കുന്നു. ഇപ്പം കഴക്കൂട്ടത്തൊക്കെ ഈ 27,000 വോട്ട് 25,000 വോട്ടിന്റെ ലീഡാണ് ആരൊക്കെ ഉണ്ടായിരുന്നത്, കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷെ ഇതേ കടകംപള്ളി സുരേന്ദ്രന്റെ പാർട്ടിക്ക് 27% വോട്ടേ ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു ന്യൂനപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. പക്ഷെ ന്യൂനപക്ഷങ്ങളല്ലാത്ത കുറെ ആളുകളും മാറുന്നുണ്ട്. ആ മാറ്റം എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വലിയൊരു മെജോറിറ്റി ആർക്കും കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ എന്റെ ഒരു കൺക്ലൂഷൻ, BJP നല്ല നമ്പറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാവും. അതുറപ്പ്.